കൊറോണ വ്യാപനം നൽകിയ പ്രതിസന്ധികൾ പിന്നിട്ട് ആശ്വാസത്തിന്റെ നാളുകളിലേക്കാണ് സൗദി അറേബ്യ കടക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെ ഒട്ടനവധി രാജ്യങ്ങൾക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള നിയന്ത്രണങ്ങൾ വീണ്ടും കടുപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സൗദി അറേബ്യ. പ്രവാസികൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്ന നിബന്ധനകൾ ശ്രദ്ധിക്കുക. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞായറാഴ്ച, അതായത് ഇന്ന് പ്രഭാതം മുതൽ പൊതുസ്ഥലങ്ങളിൽ സന്നിഹിതനാവാൻ വാക്സിൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. പൊതുയിടങ്ങൾ, ഹോട്ടലുകൾ, വിമാനത്താവളം, ട്രെയിൻ യാത്ര, പൊതുഗതാഗതം, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങി എല്ലായിടത്തും എന്തിനും വാക്സിൻ അനിവാര്യമാണ്. ഇതിനായി സൗദിയുടെ തവക്കൽന ആപ്പിൽ പരിഷ്കരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തവക്കൽന ആപ്പിൽ വരുത്തിയ പരിഷ്കരണങ്ങൾ ഞായറാഴ്ച മുതൽ നടപ്പിലാക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം ശനിയാഴ്ച വെളിപ്പെടുത്തി. പുതിയ മാറ്റം വ്യക്തികളുടെ ആരോഗ്യസ്ഥിതി വേർതിരിച്ച് വ്യക്തമാക്കുകയും ചെയ്യും. ഇത് പ്രകാരം 2 ഡോസ് അംഗീകൃത വാക്സിൻ എടുത്തവർക്ക് ഇമ്മ്യൂണ്ടെന്നും സൗദി അംഗീകരിച്ച വാക്സിൻ 1 മാത്രം എടുത്തവർക്ക് ആദ്യ ഡോസ് എടുത്തു എന്നും വാക്സിൻ എടുക്കേണ്ടതില്ലാത്ത പ്രായത്തിലുള്ളവർക്ക് ബാധ സ്ഥിരീകരിച്ചിട്ടില്ല എന്നും വാക്സിൻ എടുക്കാത്തവർക്ക് ഇമ്മ്യൂൺ ചെയ്യാത്തത് എന്നും വേർതിരിച്ച് ആപ്പിൽ തെളിയും. വ്യത്യസ്തങ്ങളായ പരിപാടികൾ അരങ്ങേറുന്ന ഇടങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിന് 2 ഡോസ് അംഗീകൃത വാക്സിൻ എടുത്തിരിക്കണമെന്ന നിയമം നടപ്പിലാക്കുന്ന പശ്ചാത്തലത്തിലാണ് തവക്കൽന ആപ്പിലും മാറ്റം വരുത്തുന്നത്. 10 ദിവസങ്ങൾക്കിടയിൽ സാമ്പിൾ പോസിറ്റീവായിട്ടുള്ളവരുടെ അവസ്ഥ, ബാധിതൻ എന്നും ക്ലിനിക്കൽ ടെസ്റ്റിലൂടെ പോസിറ്റീവായവരുമായി സമ്പർക്കത്തിലായവരുടെ അവസ്ഥ, ലക്ഷണങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇടകലർന്നയാൾ എന്നുമായിരിക്കും. ഹോം ക്വാറന്റൈൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ എന്ന അവസ്ഥകളും അതാത് ആളുകളെ സംബന്ധിച്ച് തവക്കൽന ആപ്പിൽ തെളിയും. ഞായറാഴ്ച കാലത്ത് മുതൽ മക്കയിലെ മസ്ജിദുൽ ഹറം പള്ളിയിലും മദീനയിലെ പ്രവാചകന്റെ ഹറം പള്ളിയിലും റൗള ഷരീഫിലും പ്രവേശിക്കുന്നതിനും നിസ്കരിക്കുന്നതിനും ഉംറ, സിയാറത്ത് എന്നിവ നിർവഹിക്കുന്നതിനുമുള്ള പെർമിറ്റുകൾ അംഗീകൃത വാക്സിൻ 2 ഡോസ് എടുത്തവർക്കും തവക്കൽന ആപ്പ് പ്രകാരം വാക്സിനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്കും മാത്രമായിരിക്കുമെന്ന് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഇതിനോടൊക്കെ പെർമിറ്റ് നേടിയവർ സമയത്തിന് 48 മണിക്കൂർ മുമ്പായി വാക്സിൻ പൂർത്തിയാക്കണമെന്നും അല്ലെങ്കിൽ പെർമിറ്റ് ക്യാൻസൽ ആകുമെന്നും മന്ത്രാലയം അറിയിപ്പ് തുടർന്നു. അതുപോലെ പ്രായം 12 വയസ്സിൽ കുറവുള്ളവർക്ക് വിശുദ്ധ ഹറമിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പ്രവേശന വിലക്ക് തുടരും. ഹജ്ജ് ഉംറ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ഇത് വ്യക്തമാക്കിയിരുന്നു. വിശുദ്ധ ഉംറ നിർവഹിക്കുമ്പോൾ കൂടെ കുട്ടികളെ അനുവദിക്കുമോ എന്ന അന്വേഷണത്തിനുള്ള മറുപടിയായിട്ടാണ് മന്ത്രാലയം ഇക്കാര്യം ആവർത്തിച്ചത്. മഹാമാരിയെ തുടർന്ന് നടപ്പിലാക്കിയ നിയന്ത്രണങ്ങളും നടപടികളും സന്ദർഭോചിതമായ നടപടികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ. ബന്ധപ്പെട്ട ആധികാരിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ കൈക്കൊള്ളുന്ന നടപടികളാണ് അനുപേക്ഷിതമായ വിധത്തിൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.